തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം വൈകുന്നു എന്ന ആശങ്ക നിറഞ്ഞ വാർത്തയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് വരുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള വിതരണത്തിന്റെ അന്തിമഘട്ടത്തിൽ താളപ്പിഴയുണ്ടായെന്ന് ബ്യൂറോ കണക്കുകൂട്ടുന്നു. പൈപ്പുകളുടെ അലൈൻമെന്റ് തെറ്റിയതിനാൽ പമ്പിംഗ് ഇതുവരെ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടോളൂ. പമ്പിംഗ് തുടങ്ങാൻ 1 മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് പമ്പിംഗ് തുടങ്ങാം എന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ പണിപാളി. ഞങ്ങൾക്ക് എഴുതി നിൽക്കാൻ പോലും ആവതുള്ള ഞങ്ങളല്ല കേട്ട. ഞങ്ങൾക്ക് വെള്ളമില്ലാതെ 4 ദിവസം കൊണ്ട് ഞങ്ങൾ എന്ത് കഷ്ടത അനുഭവിക്കണമെന്ന് അറിയാമോ? ഇത് എന്തായാലും ഗവൺമെൻറ് ആയിരുന്നാലും നാട്ടുകാരായിരുന്നാലും ഇങ്ങനത്തെ ദ്രോഹമൊന്നും ചെയ്യരുത്. ഞങ്ങൾക്ക് വലിയ കഷ്ടതയാണ്. ഞങ്ങൾക്ക് എഴുതി നിൽക്കാൻ പോലും ആവതില്ലാത്ത ഞങ്ങളാണിത്. 4 ദിവസം കൂടി ഇന്നാണ് ഞങ്ങൾ ഉള്ളിനകത്ത് താമസിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ അല്ല താമസിക്കുന്നത്. അപ്പോൾ ആ ഉള്ളിനകത്ത് അവർ വെള്ളം കൊടുത്താൽ അവർ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോകുമെന്ന്. പക്ഷെ അത് പാടില്ല, അങ്ങനെ ചെയ്യരുത്. ഇന്ന് 4 ദിവസമായി. ഞങ്ങൾ എന്ത് ചെയ്യും? വെള്ളമില്ലാതെ ഒന്ന് പോകാനൊന്ന് ആലോചിച്ച് നോക്ക്. വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വ്യാപിപ്പില്ല, കുടിയില്ല, ഒന്നുമില്ല. അത്ര കഷ്ടതയിൽ ഞങ്ങൾ ജീവിക്കാണ് കിടന്ന് കേട്ടാ. പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും ആളുകൾക്കാകുന്നില്ല. പല ആളുകളും ബന്ധുവീടുകളിലേക്ക് ജീവിതം മാറ്റി തുടങ്ങി. പല ആളുകളും ഒരു മാർഗവുമില്ലാതെ ഇങ്ങനെ പരാതി പറയുകയാണ് ക്യാമറയ്ക്ക് മുന്നിൽ. ഇപ്പോൾ തിരുവനന്തപുരത്തെ ജഗതിയിൽ നിന്ന് സലീം മാലിക്കും വട്ടിയൂർക്കാവിൽ നിന്ന് അലക്സ് റാം മുഹമ്മദും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം സലീം മാലിക്കിലേക്ക്. സലീം മാലിക്, ഇന്ന് വൈകുന്നേരത്തോടെ ഇത് ജോലി അവസാനിപ്പിച്ച് പമ്പിംഗ് തുടരുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. എന്നാൽ രാത്രി വൈകിയും ഈ ജോലി തുടരും എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, ജലവിതരണം തുടങ്ങുന്നത് വരെ കൃത്യമായി ജോലി രാത്രിയിലും തുടരും. വെളിച്ചമൊക്കെ സജ്ജീകരിച്ചു കഴിഞ്ഞു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. ഇതൊക്കെ തിരുവനന്തപുരത്തെ ജനങ്ങളെ ആശ്വാസപ്പെടുത്തുന്നുണ്ടോ? SKN തിരുവനന്തപുരത്തെ ജനങ്ങളെ ആശ്വാസപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഈ ജലവിതരണം കൃത്യമായി ജലവിതരണം പൂർത്തിയാക്കും എന്നുള്ളതായിരുന്നു ആദ്യം കിട്ടിയ അറിയിപ്പ്. പക്ഷേ അതിനുള്ള പരമാവധി സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിരുന്നതാണ്. ഇന്ന് രാവിലെ തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ലീക്കേജാണ് ഈ കാര്യങ്ങൾ വീണ്ടും ഇത്തരത്തിലേക്ക് ഇത്രയും സമയം എടുപ്പിച്ചത്. അതിനുശേഷം പിന്നീട് വളരെ ധൃതിയിൽ ഈ പണി പൂർത്തീകരിക്കുകയും ഇന്ന് 5 മണിയോടെയെങ്കിലും ഇതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് പോകുമെന്ന് കരുതിയതാണ്. അതൊരു അല്പസമയം നീണ്ടിരുന്നു. അതിനുശേഷം വീണ്ടും ഈ ഏറെക്കുറെ അത് പണിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും പമ്പിംഗ് തുടങ്ങാനിരിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഏറ്റവും അവസാന നിമിഷം വന്ന താളപ്പിഴ. അതിൻ്റെ അലൈൻമെന്റിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു. അലൈൻമെന്റിൽ ഒരു ചെറിയ വ്യത്യാസം വന്നു എന്ന് മാത്രമല്ല, സമീപത്തെ മണ്ണ് ഒരല്പം ഇടിയുകയും കൂടി ചെയ്തതോടുകൂടി വലിയ പ്രതിസന്ധി ഉണ്ടായി. അങ്ങനെ ഇതിന്റെ ഈ പൈപ്പിന്റെ അടിഭാഗത്തുൾപ്പെടെ മണ്ണ് നിറച്ചതാണ്. ആ മണ്ണ് ഉൾപ്പെടെ വീണ്ടും മാറ്റി അതിനുശേഷം ആ അലൈൻമെന്റ് കൃത്യമാക്കുന്ന ജോലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ആ 2 പൈപ്പുകൾ ഈ അലൈൻമെന്റ് കൃത്യമാക്കിയതിനു ശേഷം മാത്രമേ ആ 2 പൈപ്പുകൾ തമ്മിലുള്ള വിടവുകൾ ഒത്തുചേർക്കാൻ പറ്റൂ. ആ വിടവ് കൂടി പൂർത്തീകരിച്ചതിന് ശേഷം നമ്മൾ പമ്പിംഗ് തുടങ്ങണം. ആ പമ്പിംഗ് തുടങ്ങുന്നതിന് അതുവരെയുള്ള ജോലിക്ക് മാത്രം ഇനിയും 2 മണിക്കൂറിലധികം സമയമെടുക്കുമെന്നാണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത്. അതിനുശേഷം പമ്പിംഗ് തുടങ്ങിയാലും ഈ സ്ഥലത്തേക്ക് എങ്ങനെ പോയാലും വീണ്ടും ഒരു 1.5 മണിക്കൂർ കൂടി ഇവിടേക്ക് വെള്ളം എത്താൻ കൂടി എടുക്കും. അങ്ങനെ ഇന്ന് അർദ്ധരാത്രി കൂടി തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾ വെള്ളമില്ലാതെ തന്നെ കഴിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. SKN നമുക്കിപ്പോൾ മേയർ ആര്യ രാജേന്ദ്രന് ഒപ്പം ചേരാം. മേയർ ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ഉണ്ട്. മേയറെ, ഒരു 4 മണിയോടുകൂടി ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും അവസാനം അലൈൻമെന്റിന്റെ പ്രശ്നം കൂടി ആയതോടുകൂടി വീണ്ടും സമയമെടുക്കുമെന്നാണ്. ഒരു വലിയ ആശങ്കയിലേക്ക് പോകുന്നുണ്ടോ? അല്ല, ഇപ്പോൾ മറ്റ് എല്ലാ പ്രവർത്തികളും നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയം കൊണ്ട് ഐരാണിമുട്ടത്തേക്ക് പോകുന്ന ഭാഗത്തേക്ക് അടക്കമുള്ള എല്ലാ കണക്ഷനും നമുക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റ്, ഇവിടുത്തെ ഈ അലൈൻമെൻറ്റ് കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൂടി പൂർത്തിയായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പമ്പിംഗ് ആരംഭിക്കാൻ വേണ്ടി കഴിയും. മറ്റ് എല്ലാ പ്രവർത്തികളും പൂർത്തീകരിച്ച് ഈ അലൈൻമെൻറ്റ് കൂടി കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ പമ്പിംഗ് ആരംഭിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 12 മണിയോടുകൂടിയൊക്കെ ആകും പൂർത്തീകരിക്കാനെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പോ ഈ ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ അലൈൻമെന്റിന്റെ വിഷയം വന്നപ്പോൾ കൂടുതൽ വാഹനങ്ങൾ നഗരത്തിൽ ഈ വെള്ളം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. നഗരസഭ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഔദ്യോഗിക നമ്പറിലേക്ക് വരുന്ന മുഴുവൻ കോളുകളും അഡ്രസ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ 10-30 ടാങ്കറുകൾ ഇപ്പോൾ നിലവിൽ നഗരസഭയുടെ മാത്രം നേതൃത്വത്തിൽ നഗരത്തിൽ സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ നമ്മുടെ ഈ ടാങ്കർ ലോറിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എല്ലാവരോടും ഒരു അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അവരുടെ വാഹനം കൂടി ഇങ്ങോട്ടേക്ക് മൊബിലൈസ് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ചുകൊണ്ട് പുതിയ വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ ഉണ്ട്.
എസ് കെ അതാണ് അങ്ങനെ നഗരത്തിൽ ഇപ്പോൾ വിവിധ സംഘടനകളൊപ്പം നഗരസഭ എല്ലാവരും ചേർന്നിട്ട് കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കാനായി ടാങ്കറിൽ വെള്ളമെത്തിക്കുന്ന ജോലികൾ ക്രമീകരിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം ആ പ്രതിസന്ധി ഒഴിയുന്നില്ല. പക്ഷേ ഇതിൽ പൂർണ്ണമായ ഒരു ഇതിൻ്റെ മണ്ണ് നീക്കം ചെയ്ത് അതിനുശേഷം അതിൻ്റെ അലൈൻമെൻറ്റ് കൃത്യമാക്കി അതിനുശേഷം ആ മണ്ണ് വീണ്ടും ഫില്ല് ചെയ്ത് അങ്ങനെ വേണം ഇതിനെ പണി പൂർത്തീകരിക്കാൻ. എങ്ങനെ പോയാലും ഈ പണി പൂർത്തീകരിക്കാൻ, അതായത് ഈ മണ്ണ് ഫില്ല് ചെയ്യുന്ന പണി പൂർത്തീകരിക്കാൻ 1.5 മണിക്കൂറെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം അലൈൻമെൻറ്റ് കൂടി കൃത്യമാക്കി അതിനും 1 മണിക്കൂർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്നും ഈ ജലം പമ്പ് ചെയ്താൽ നമ്മൾ ഈ നിൽക്കുന്ന ഈ ജഗതിയിലെ ഈ സ്ഥലത്തേക്ക് ആ വെള്ളം എത്തണമെങ്കിൽ 1.5 മണിക്കൂർ സമയമെങ്കിലും എടുക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികൃതർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് എത്തുമ്പോൾ ഇനി മറ്റെന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ലീക്കേജ് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ലീക്കേജ് ഉണ്ടെങ്കിൽ പിന്നീട് അത് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക്, കാരണം വീണ്ടും ഇത് അഴിക്കുകയും ആ ലീക്കേജ് മാറ്റുകയും ചെയ്യുന്ന ജോലിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ, ഇനി മറ്റൊരു ലീക്കേജ് കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി, എന്തായാലും പറഞ്ഞ 4 മണിയാണെങ്കിലും ആ വാക്ക് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന് രാത്രി 12 മണിയോടെയെങ്കിലും നഗരത്തിലെ ആ കഴിഞ്ഞ ദിവസങ്ങളായി 4 ദിവസമായി നഗരത്തെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന കുടിവെള്ള പ്രതിസന്ധിക്ക് ഒരു രാത്രി 12 മണിയോടെയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് നമ്മളിപ്പോഴും കരുതുന്നു. ഇപ്പോൾ ആ ലൈറ്റുകൾ സജ്ജീകരിക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ജനറേറ്ററൊക്കെ ഓൺ ചെയ്ത് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ലൈറ്റുകൾ ഇവിടെ സജ്ജീകരിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ ജോലി തീർക്കാം, ഇരുട്ടുന്നതിന് മുൻപേ ജോലി തീർക്കാം, നഗരത്തിൽ കുടിവെള്ളം എത്തിക്കാമെന്നുള്ള പ്രതീക്ഷയായിരുന്നു, ഉറപ്പായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവസാന നിമിഷമായി എല്ലാം തകിടം മറിഞ്ഞു. അതോടുകൂടി വീണ്ടും ലൈറ്റുകൾ ഉൾപ്പെടെ സജ്ജീകരിക്കേണ്ടതായ അവസ്ഥ വന്നു. പക്ഷേ ലൈറ്റുകൾ വീണ്ടും സജ്ജീകരിച്ചിട്ടുണ്ട്. രാത്രി എത്ര വൈകിയാലും ശരി, ഈ പണി ഇന്ന് പൂർത്തീകരിച്ച ശേഷം മാത്രം, നഗരത്തിലെ ജലപ്രതിസന്ധി പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇവിടെ നിന്നും ഇവർ മടങ്ങൂ എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എസ് കെ എൻ. ഓക്കെ, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് രണ്ടും തത്സമയ ദൃശ്യങ്ങളാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തന്നെയാണ്. ഈ വട്ടിയൂർക്കാവിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുകയാണ്. അലക്സ് റാം, വട്ടിയൂർക്കാവിലും മറ്റുള്ള പ്രദേശങ്ങളിലും എന്താണ് അവസ്ഥ? ഈ പ്രേക്ഷകർ തന്നെ എഴുതുന്നുണ്ട്, ഓണത്തിൻ്റെ തിരക്കൊക്കെ അവിടെ കിടക്കട്ടെ, ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമില്ല സാർ എന്ന് മാത്യു വർക്കി യൂട്യൂബിലൂടെ നമ്മോട് പറയുന്നു. ഒരുപാട് പ്രേക്ഷകർ യൂട്യൂബിലും അല്ലാതെയും ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ട്. കുടിവെള്ളം കിട്ടാനില്ല, അത്യാവശ്യ കർമ്മങ്ങൾക്ക് പോലും വെള്ളം കിട്ടാനില്ല എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയിൽ ഉണ്ടാകുന്നു എന്നത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പറയൂ. എസ് കെ എൻ വട്ടിയൂർക്കാവിലാണ്, കൊടുങ്ങാനൂർ എന്ന് പറയുന്ന സ്ഥലമാണിത്. എസ് കെ എൻ ജലവിഭവ വകുപ്പ് മന്ത്രിയുടെ ഉറപ്പ് 4 മണിയായിരുന്നു. 4 മണിക്കുള്ളിൽ ഈ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ കുടിവെള്ളം എത്തിക്കുമെന്ന ഉറപ്പ് അദ്ദേഹം നൽകി. അത് വെറും ജലരേഖയായി എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത്. 6:30 മണി കഴിയുമ്പോൾ ഇപ്പോഴും പൊതു ഇടങ്ങളിലും വീടുകൾക്ക് മുന്നിലും ടാപ്പുകൾക്ക് മുന്നിലും ഒക്കെ പാത്രങ്ങൾ അങ്ങനെ നിരന്നിരിക്കുകയാണ്. എസ് കെ നേരത്തെ അധികൃതരടക്കം സൂചിപ്പിച്ചത് നമ്മൾ കണ്ടു. ടാങ്കറുകൾ വെള്ളം എത്തിക്കുന്നുണ്ട്, കോർപ്പറേഷൻ്റെ വിവിധ ഇടങ്ങളിൽ, നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ വെള്ളം എത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കേട്ടതാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിലൊരു പ്രശ്നം, പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, പ്രധാന റോഡുകളിൽ മാത്രമാണ് അത്തരം ടാങ്കറുകൾ വെള്ളം എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഇട റോഡുകളുണ്ട്, പോക്കറ്റ് റോഡുകളുണ്ട്. ഈ നഗരം അങ്ങനെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നതാണ് നമുക്കറിയാം. ചെറിയ വാഹനങ്ങൾ മാത്രം കടന്നു പോകുന്ന ഇടങ്ങളുണ്ട്, അവിടെയൊക്കെ വെള്ളം എത്തിക്കേണ്ടതുണ്ട്. നേരത്തെ, അതായത് ഒരു ഉച്ചയ്ക്ക് ശേഷം ഞാൻ കാണുന്നത് വിവിധ സന്നദ്ധ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകൾ, അതുപോലെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ പ്രവർത്തകരൊക്കെ അവരുടെ സ്വന്തം നിലയ്ക്ക് വാഹനങ്ങളിൽ കിണറുകളിൽ നിന്നും മറ്റുമൊക്കെ വെള്ളം ശേഖരിച്ച് ഇതുപോലെ ഈ പൊതു ഇടങ്ങളിൽ കാണുന്ന ഇത്തരത്തിൽ നിരത്തിവെച്ച പാത്രങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത്, ജലം എത്തിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ ഒരു പ്രവർത്തനമാണ് ഈ കൊടുങ്ങാനൂരിൽ പുരോഗമിക്കുന്നത്. കൊടുങ്ങാനൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, കൊടുങ്ങാനൂർ ബ്രദേഴ്സ് എന്ന പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. അതിലെ പ്രവർത്തകരാണ് അതിലുള്ളത്. ആദ്യം ഈ വീട്ടിലെ ചേട്ടനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ എത്ര ദിവസമായി വെള്ളം മുടങ്ങിയിട്ട്, എന്താ സാഹചര്യം? 4 ദിവസമായി. കുടിക്കാൻ വെള്ളമില്ല, എന്തിന് ടോയ്ലറ്റിൽ പോകാൻ പോലും വെള്ളം ഇല്ല, വെള്ളമില്ല, തീരെ ഇല്ല. കുട്ടികളും മുതിർന്നവരും ഒക്കെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിലുമാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നില്ല എന്ന് ആളുകൾ പറയും. ശരിയാണ്. ആ ഒരു സാഹചര്യം അങ്ങനെ നിലനിൽക്കുന്നത്. ഈ ക്ലബിലെ അംഗങ്ങൾ ഇവിടെയുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ, എന്ത് പറ്റി ഇങ്ങനെ ഒരു ആശയം തോന്നാൻ? ഇത് നമ്മുടെ ഈ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ കൊടുങ്ങാനൂർ പ്രവർത്തിക്കുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ നമ്മൾ കുടിവെള്ളം രൂക്ഷമായിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. അത് കാരണം നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലബ്ബിലെ അംഗങ്ങളെല്ലാവരും കൂടെ സഹകരിച്ച് ഇറങ്ങി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് തീർന്നു തോന്നണല്ലേ? നിങ്ങൾ കൊണ്ടുവന്ന വെള്ളം തീർന്നു, ഇനി അടുത്ത ഫില്ലപ്പ് ചെയ്യുന്നു, അടുത്ത വീണ്ടും ഇറങ്ങാണ്. ഇപ്പോൾ എന്തായാലും രാത്രി 12 മണി വരെ നമുക്ക് നമ്മുടെ ഏരിയയിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ് വെള്ളം. ഈ പ്രദേശത്തൊക്കെ പോയി അവിടെ എല്ലാം ഈ പാത്രങ്ങൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇത് കഴിഞ്ഞായിരുന്നു, നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് എടുക്കുന്നത്. വീടുകളിലെ കണക്ട് ചെയ്യുന്നത്, നമ്മുടെ ക്ലബ്ബിൽ മെമ്പേഴ്സിൻ്റെ വീടുകളിലെ കണക്ട് ചെയ്യുന്നതാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളത് കണക്ട് ചെയ്ത് ഇപ്പം എല്ലാം എത്തിക്കും. എസ്കൻ വലിയ രണ്ട് വലിയ ടാങ്കുകളുണ്ട്. ആ ടാങ്കിൽ നിറച്ച് കിണറിൽ നിന്ന് എടുത്ത വെള്ളമാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. എസ്കൻ മറ്റൊരു ദൃശ്യം കൂടി കാണിക്കാം. എസ്കൻ ഈ പ്രദേശത്ത് ഒരു പൊതു കിണറുണ്ട്. എസ്കൻ നോക്കുക,
നോക്കുക, ഒരു പൊതു കിണറുണ്ട്, അത് കാട് മൂടിയ നിലയിലാണ്. ഈ ആളുകൾ നേരത്തെ തന്നെ ഞങ്ങളോട് ഒന്ന് പറയുന്നുണ്ട്, ഈ കിണറൊന്ന് ശുചീകരിച്ചിട്ടിരുന്നെങ്കിൽ ഈ ഇത്തരം അവസരങ്ങളിൽ ഈ കിണറിൽ നിന്ന് വെള്ളം എടുത്തുകൂടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കിണർ പോലും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. അതിൻ്റെ അസ്ഥിപഞ്ജരം മാത്രമായി ഇവിടെ നിൽക്കുന്നുണ്ട്, കാട് മൂടി കിടക്കുന്നുണ്ട്. അതിനകത്ത് നിന്ന് വെള്ളം എടുക്കാനൊന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വരി മുഴുവൻ അങ്ങറ്റം പോയി കഴിഞ്ഞാൽ കാണാം എസ്കേൻ ഇത്തരത്തിൽ പാത്രങ്ങൾ വീടുകളുടെ മുന്നിൽ നിരത്തി വെച്ചിരിക്കുകയാണ്. ആളുകൾ അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ മണിക്കൂറുകളിലും. ഞാൻ മനസ്സിലാക്കുന്നത് മിനിമം ഒരു 4 മണിക്കൂർ കൂടിയെങ്കിലും തിരുവനന്തപുരം നഗരത്തിൽ വെള്ളം എത്താൻ എടുക്കും. അതായത് ഈ ഉദ്യോഗസ്ഥർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു 4 മണിക്കൂർ കൂടിയെങ്കിലും വെള്ളം എത്താൻ എടുക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ജനപ്രതിനിധികൾ ആളുകളുടെ ഈ പഴി കേട്ട് അല്ലെങ്കിൽ ആളുകളുടെ അവരുടെ മാനസികാവസ്ഥ കേട്ട് മടുത്തിട്ടുണ്ട്. കാരണം ജനപ്രതിനിധികൾക്ക് ഇപ്പോൾ ഒരു സമയം പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അവർ 2 ദിവസമായി സമയം ഓരോന്നോരോന്ന് നീട്ടി പറയുന്നുണ്ട്. ഇനിയും വെള്ളം കിട്ടിയിട്ടില്ല, 4 ദിവസം പിന്നിടുന്നു. ഇന്ന് വൈകുന്നേരം 4 മണി എന്ന് പറഞ്ഞ മന്ത്രിയുടെ വാക്കും ജലരേഖയായി. ആളുകൾ ഇപ്പോഴും കാത്തു നിൽക്കുന്നു. അലൈൻമെൻറ്റിലെ കുഴപ്പങ്ങൾ, അത്തരം വീഴ്ചകൾ എന്നൊക്കെ പറഞ്ഞ് അധികൃതർ ഇങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാവുന്നത് നഗരത്തിനുള്ളിലെ സാധാരണക്കാരാണ്, പാവപ്പെട്ട ജനങ്ങളാണ്. സ്കേൻ ഓക്കെ, വട്ടിയൂർക്കാവിൽ നിന്ന് അലക്സ് റാം മുഹമ്മദാണ് നമുക്കൊപ്പം ചേർന്ന്. എന്തായാലും ഈ കുടിവെള്ള വിതരണത്തിന് ഇനി 4 മണിക്കൂർ എടുക്കുമെന്ന് പറയുമ്പോൾ ഈ കൊടുങ്ങാനൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. തത്സമയ ദൃശ്യങ്ങളാണ്. നമ്മുടെ നാട്ടുകാർ വല്ലാതെ തലസ്ഥാന നഗരിയിൽ ബുദ്ധിമുട്ടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. നമ്മളുടെ ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയെന്ന് പറയുന്നത് ഈ ഒരാൾക്ക് എംപോക്സ് ബാധിച്ചു, മങ്കി പോക്സ് ബാധിച്ചതായി ഒരാളെ കണ്ടെത്തിയിരിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. എന്തായാലും അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, ഗുരുതരമല്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് എംപോക്സ് സ്ഥിരീകരിക്കപ്പെട്ടു എന്ന രീതിയിൽ വാർത്ത വരികയാണ്. നമ്മളെ ആശങ്കപ്പെടുന്നൊരു വാർത്ത തന്നെയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലൊക്കെ തന്നെ കുറേ ആൾക്കാർക്ക് പ്രശ്നമുള്ള ഈ രോഗം ഇന്ത്യയിലേക്കും എൻട്രി ആയി എന്ന രീതിയിലുള്ളൊരു വാർത്തയാണെന്ന് വന്നത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, അതൊക്കെ നിയന്ത്രണ വിധേയമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.